അടിമുടി മാറ്റത്തിനൊരുങ്ങി കേരള കോൺഗ്രസ്. നഷ്ടപ്പെട്ട കോട്ടകൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള നീക്കവുമായി പാർട്ടി. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കേരള കോൺഗ്രസ് എം. കെ.എം. മാണിയുടെ മരണത്തിന് ശേഷം പാലായിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ പരാജയങ്ങളാണ് പുതിയ നീക്കങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ പ്രേരിപ്പിക്കുന്നത്. പാല ഏതു വിധേനയും തിരിച്ചുപിടിക്കുക എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇപ്പോഴത്തെ സുപ്രധാന ലക്ഷ്യം. അതിനുള്ള കരുക്കളാണ് അവർ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന 2 നേതാക്കൾ അവരവരുടെ തറവാട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 നേതാക്കൾക്കും രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധങ്ങളാണ് അവരവരുടെ ഈ മണ്ഡലങ്ങളിൽ ഉള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ പാലായിൽ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. എന്താണെങ്കിലും ഇപ്പോൾ ശരിക്കും നഷ്ടം സംഭവിച്ചത് പാലാക്കാർക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പുതിയ MLA-യുടെ കടന്നുവരവോടെ പാലായുടെ സകല വികസനങ്ങളും അവസാനിച്ചു. ഈ സർക്കാരിന്റെ 5 വർഷം പൂർത്തിയാകുമ്പോൾ പാല ഒരു 15 വർഷം പുറകോട്ട് പോയിരിക്കുന്നു. അതിന് ഒരു മാറ്റം വരണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ജനപ്രതിനിധി വീണ്ടും പാലായിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുക തന്നെ വേണം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ മാറ്റമാണ് പാലായിൽ സംഭവിക്കാൻ പോകുന്നത്. പാലായെ പാലായാക്കിയ കെ.എം. മാണിയുടെ മകൻ ജോസ് കെ മാണി തന്റെ സ്വന്തം തറവാട് വീട് സ്ഥിതി ചെയ്യുന്ന കടുത്തുരുത്തിലേക്ക് മാറുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് പാർട്ടിയിൽ നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പാലായേക്കാൾ കൂടുതൽ ബന്ധങ്ങളാണ് ജോസ് കെ മാണിക്ക് കടുത്തുരുത്തിയിലുള്ളത്. ജോസ് കെ മാണിയോട് കടുത്തുരുത്തിക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവുമാണ് ഉള്ളത്. ജോസ് കെ മാണിയുടെ പ്രവർത്തന മികവിനെ അംഗീകരിക്കുന്നവരാണ് കടുത്തുരുത്തിയിലെ ജനങ്ങൾ. അതേസമയം കെ.എം. മാണിയുടെ സകല പിന്തുണയോടും കൂടി ഇടുക്കിയിൽ വലിയ വികസന മുന്നേറ്റമുണ്ടാക്കിയ റോഷി അഗസ്റ്റിൻ പാലായിലേക്ക് വരാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. റോഷിക്ക് പാലായിലെ ജനങ്ങളുമായുള്ള ബന്ധം മറ്റൊരു ലെവലിലാണ്. പാലാ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ജനങ്ങളുമായി അത്രയ്ക്ക് അടുത്ത ബന്ധമാണ് റോഷിക്കുള്ളത്. കെ.എം. മാണിയുടെ അതേ ശൈലി പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് റോഷി. കെ.എം. മാണി എന്ന വ്യക്തി വഴിയെ പോകുമ്പോൾ അറിയുന്നവരെ കണ്ടാൽ എന്നെ ഉണ്ട് മത്തായി ചേട്ട അല്ലെങ്കിൽ എന്നെ ഉണ്ട് പിള്ളേച്ച എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഏതാണ്ട് അതേ സ്വഭാവം തന്നെയാണ് കെ.എം. മാണിയുടെ ശിഷ്യനായ റോഷി അഗസ്റ്റിനും ഉള്ളത്. റോഷി പാലായിലേക്ക് കടന്നു വന്നാൽ അത് നിലവിലെ പാലാ MLA-ക്ക് വലിയൊരു ഭീഷണിയായി മാറും. ഇതേ അവസ്ഥ തന്നെയായിരിക്കും ജോസ് കെ മാണി കടുത്തുരുത്തിൽ മത്സരത്തിൽ ഇറങ്ങിയാലും നടക്കാൻ പോകുന്നത്. കടുത്തുരുത്തിയുടെ ഭാഗമായ മരങ്ങാട്ടുപള്ളി, കടപ്ലാമറ്റം, ഉഴവൂർ, വെളിയന്നൂർ, കിടങ്ങൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ മണ്ഡല പുനർനിർണയത്തിന് മുൻപ് പാലായുടെ ഭാഗമായിരുന്നു. ഈ പഞ്ചായത്തുകൾ കൂടിച്ചേർന്നതോടെ കടുത്തുരുത്തിയിൽ മാണി ഗ്രൂപ്പിന്റെ സ്വാധീനം വളരെയേറെ വർദ്ധിക്കുകയുണ്ടായി. ഈ സാഹചര്യം തനിക്ക് അനുകൂലമാക്കുന്നതിനു വേണ്ടിയായിരുന്നു മോൻസ് ജോസഫ് ചില ധ്യാന ഗുരുക്കളുടെ സഹായത്തോടെ കെ.എം. മാണിയെ സ്വാധീനിച്ച് മാണി ഗ്രൂപ്പിൽ ലയിച്ചത്. ഈ പഞ്ചായത്തുകൾ കടുത്തുരുത്തിയോട് ചേർന്നതോടെയാണ് പാലായിൽ കേരള കോൺഗ്രസ് ക്ഷയിക്കാൻ തുടങ്ങിയത്. ജോസ് കെ മാണി വീണ്ടും തന്റെ പിതാവിന്റെ തട്ടകത്തിലേക്ക് ഇറങ്ങിയാൽ കടുത്തുരുത്തിക്കാർ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.